കുഴിമന്തി, അൽഫാം, പിന്നെ ഷവർമ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഭക്ഷണ രീതികൾ ഇപ്പോൾ മലയാളികൾക്ക് വളരെ താല്പര്യമായി കഴിഞ്ഞു. അതായത് പാതി വെന്തൊരു സാധനം നേരെ കെട്ടി തൂക്കിയിട്ടേക്കുന്നു, അതിൽ ഈ വഴിയെ പോകുന്ന കാറ്റും പൊടിയും എല്ലാം അടിച്ചു കയറുന്നു. ഇപ്പോൾ സർക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം ലൈസൻസ് ഉള്ള എത്ര കടകളുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ആർക്കെങ്കിലും ഈ അപകടം കൊണ്ട് ചത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് 2 ദിവസം പരിശോധന നടത്തും. ഏതെങ്കിലും ഒരു മന്ത്രി ഉടൻ തന്നെ റിപ്പോർട്ട് തേടും. ഈ തേടി റിപ്പോർട്ടെല്ലാം കൂടെ സെക്രട്ടറിയേക്കാളും കൂടുതൽ വളർന്നു കാണും. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച് കഴിക്കുന്ന ആൾക്കാർ അവയറാകുമെന്നുള്ളതാണ് നമുക്ക് വേറെ പറയാനില്ല. നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഉണ്ട്. ഇന്ത്യയിൽ നമ്മൾ എവിടെ റോഡ് മാർഗം സഞ്ചരിച്ചാലും ഇതെല്ലാം കാണാം. ചപ്പാത്തിയൊക്കെ വെറുതെ കല്ലില്, കാണുന്ന കല്ലില് ചുട്ട് തന്നെ ചപ്പാത്തി. അവർക്കൊന്നും ഒരു പ്രശ്നം. അതുപോലെ സാറ് ഓർക്കുണ്ടാവും, സാർസ് എന്ന് പറഞ്ഞ രോഗം വന്നു. അന്ന് CMC വെല്ലൂർ ഹോസ്പിറ്റലിലെ ആളുകൾ പറഞ്ഞു ഇന്ത്യക്കാർക്ക് അത് വരില്ല എന്ന്. അപ്പോഴത്തേക്ക് ഇവിടെ പ്ലേക്ക് ആണ് മറ്റേ എന്നൊക്കെ പറഞ്ഞ് ബോംബെയിലാണ്. പക്ഷെ ബോംബെയിലുള്ള അന്ന് വന്നില്ല. അതിന് കാരണം അവർ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ഇവിടെയുള്ള ആളുകളുടെ അത്ര ഇമ്മ്യൂണിറ്റി ഈ പറഞ്ഞ രീതിയിൽ ശുദ്ധി ചെയ്താൽ ഒരിക്കലും ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ ഈ നമ്മളെ ഒരു കൊതുക് കടിച്ചാൽ ഒരു അടി കൊടുക്കുകയുള്ളൂ. ഒരു അമേരിക്കയിൽ നിന്ന് ഒരു സായിപ്പിനെ കൊതുക് കടിച്ചാൽ ഉടനെ മറ്റേ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ സ്പ്രേ ചെയ്യുള്ളൂ. ഞാൻ മലബാർ ഏരിയയിൽ നിന്ന് വരികയാണ്. ഒരു കൾച്ചർ എന്നാണ് എന്ത് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫുഡ് കഴിച്ച് രോഗം വന്ന് മരിക്കുക എന്നുള്ളത് ഒരു പോർഷൻ. പക്ഷെ അങ്ങനെ അല്ലാതെ എത്ര ആൾക്കാർ മരിക്കുന്നുണ്ട്? ഫുഡ് കഴിക്കുക മാത്രം, ഫുഡിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത എത്ര കാര്യങ്ങളുണ്ട്. ഞങ്ങള് സന്തോഷമുള്ള ടൈമിൽ ഭക്ഷണം, നമ്മൾ ജീവിക്കുന്നതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഭക്ഷണത്തിലൂടെ ആ കിട്ടുന്ന സന്തോഷം, അത് ഇപ്പൊ ഒരു ഭക്ഷണം കഴിക്കാതെ ഹെൽത്തി പ്രോട്ടീൻ നോക്കി നടന്നിട്ട് പെട്ടെന്ന് മരിച്ചോ എന്ത് ചെയ്യും? ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു, ഓക്കെ. പക്ഷേ തലമുറയെ നശിച്ചുകൊണ്ട് ബിസിനസ് മാത്രം ലാക്കാക്കിക്കൊണ്ട് ആവരുത്. കാര്യം പറയാനുള്ള ഞാൻ പറയുന്ന ഒരു കാര്യം പ്രത്യേകം പറയാം. നമ്മള് ഇവിടെ പറഞ്ഞു കരിഞ്ഞ ഇത് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കരുത്, കളറുകൾ കൊടുക്കരുത്, പ്രിസർവേറ്റീവ്സ് കുറയ്ക്കരുത്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഭക്ഷണത്തെ പാരമ്പര്യ ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നതിൽ കാര്യമില്ലാതെ ഞാൻ പറഞ്ഞോളൂ. എപ്പോഴും നല്ല ഭക്ഷണത്തിന്റെ നിർവചനത്തില് നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഭക്ഷണം ശരീരത്തിന് ഹാനികരമാണോ അത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇതിലെ ഈ ചർച്ച ഇങ്ങനെയൊക്കെ പോയാലും നമ്മൾ കേരളത്തിന്റെ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോ ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഓരോ കുടുംബത്തിന്റെയും ചെലവ് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം 3000 രൂപ, രോഗികളുടെ എണ്ണം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കേരളം മൊത്തം ചിന്തിക്കേണ്ടതാണ്. ഇത് ഭക്ഷണത്തിൽ ഇതിലൊരു നിർണായക പങ്കുണ്ട് ഇതില്. അതിപ്പോ ഫാസ്റ്റ് ഫുഡാണോ, ട്രൈബൽ ഫുഡാണോ എന്നൊന്നുമല്ല. പിന്നെ നമ്മള് അസമയത്തുള്ള ഭക്ഷണം, പിന്നെ കരിച്ചത് പുകച്ചത് കഴിക്കുന്നത്. നമ്മൾ പണ്ട് ചുട്ടത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പണ്ട് അടുക്കള എന്ന് പറഞ്ഞാൽ പാചകപ്പുര മാത്രമല്ല, ഒരു അടുക്കള വൈദ്യത്തിന്റെ, അമ്മൂമ്മ വൈദ്യത്തിന്റെ ഒരു ഇടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന രോഗങ്ങൾക്കൊക്കെ മറുപടി അടുക്കളയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള അടുക്കളകൾ ഇല്ലാതെ പോയി. നമ്മളുടെ വീട്ടിലുള്ള ആടലോടകത്തിൻ്റെയോ അല്ലെങ്കിൽ പനിക്കൂർക്കലയുടെയോ ഒരു മാന്ത്രിക സിദ്ധിയും അറിയാത്ത ഒരു തലമുറയാണ് ഇപ്പൊ ജീവിച്ചു പോകുന്നത്. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങൾ 3 പേരും കൂടി ട്രാവൽ ചെയ്താൽ ഒരു 800 രൂപ ബ്രേക്ക്ഫാസ്റ്റിനും ഒരു 1500 രൂപ ലഞ്ചിനും ഡിന്നറിനും പോകാറുന്നു. എനിക്ക് കോവിഡ് വന്ന് വളരെ സീരിയസ് ആയി. ഇതുപോലെ ഒരു ഫ്ലോറിൽ ഞാൻ എൻ്റെ വണ്ണം കുറയ്ക്കില്ല എന്ന് പറഞ്ഞവനാ. 185 കിലോ വന്നു കഴിഞ്ഞപ്പോ എന്റെ പ്രശ്നം എനിക്ക് പിന്നെ സാറിന്റെ ഷോയിൽ തന്നെ ഡോക്ടർ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞു. അതിനെ ഞാൻ മുട്ടുകുത്തിപ്പോ ഇയാക്കടെ ഭക്ഷണത്തിന് ഇയാൾക്ക് 1 മാസം എത്ര ചെലവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കണക്ക് കൂട്ടിയപ്പോ ചെലവ് പറഞ്ഞു. ഇത് കുറയും, ഇയാക്കടെ മരുന്നിനേക്കാളും കുറയും പറഞ്ഞു. ഇയാൾക്ക് പിന്നെ മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. ബേരിയാട്രിക് സർജറി. ഇപ്പൊ എന്റെ അവസ്ഥ എന്നാന്ന് പറയാം. ഇപ്പൊ ഞങ്ങള് 3 പേരും പുറത്തു പോയാല് ഒരു 6 ഇഡ്ഡലി പഠിച്ച 120 രൂപ തീരും. ഉണ്ടല്ലോ. ഞങ്ങളാണെങ്കിൽ ഇല്ലേ എല്ലായിടത്തും ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോണ്ട്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഓട്ടക്കാരാ ഞങ്ങള്. എല്ലാരും നമ്മളെ തോന്നിയോടത്ത് സമയത്തങ്ങ് വിളിക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷ നേരത്തെ അങ്ങ് സാധനം കിട്ടണം. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അത് തന്നെ. ഞങ്ങൾ ഈ കാറയിലൊക്കെ പോകുമ്പോ സാറേ നമുക്ക് ധൃതി പിടിച്ച് കഴിക്കാൻ, നമുക്ക് പാരമ്പര്യ ഭക്ഷണം കഴിക്കാൻ നേരമില്ല. കാരണം ഇപ്പൊ സാറിനും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. സാറ് മോർണിംഗ് ഷോ കഴിഞ്ഞ് വണ്ടിയേര് വന്ന് ചിലപ്പോ ഒരു ബർഗറിൽ ഒരു കടി അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.